മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ. രചന വാസിം അക്രം. അവതരണം സാലിം കരുളായി. കുഞ്ഞാ. അവൻ്റെ തലയിൽ കെട്ടിവെച്ചിരിക്കുന്ന മുറിവിലൂടെ പയ്യെ തലോടിയാൻ. കണ്ണുകൾ തുറക്കാൻ പാടുപെട്ട് ചിമ്മി വേദനകൾ കൊണ്ട് നെറ്റിയിലൂടെ വരകൾ തെളിഞ്ഞു നിന്നു. ജുവൽ. ശബ്ദം പുറത്തേക്ക് വരാതെ ചുണ്ടുകൾ മാത്രം അനക്കി. ആൽബർട്ട്, കുഞ്ഞാ എങ്ങനെയുണ്ട് ഇപ്പോൾ? അവൻ്റെ കയ്യിൽ പിടിച്ച് കുലുക്കിക്കൊണ്ട് അവന് കരഞ്ഞു. നീ അവനെ വിഷമിപ്പിക്കാതെ ഇങ്ങ് വാൻ, അവനിപ്പോൾ കുഴപ്പമൊന്നുമില്ല. അവളുടെ കയ്യിൽ പിടിച്ച് കസേരയിലേക്ക് എത്തിച്ചു മോൻ. 4 പാട് നോക്കിയതും അവന് മനസ്സിലായി അവൻ ആശുപത്രിയിലാണെന്ന്. കുഞ്ഞാ, നീ തിരിച്ചു പോയിക്കോ. ആ പെണ്ണിനെ കണ്ടതാ നിന്റെ ജീവിതത്തിൽ വീണ്ടും ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം. എന്നിട്ട് അവളുടെ ഒരു ശ്വാസം മുട്ടലും ബോധങ്ങളിലും നാശം. ദേഷ്യത്തോടെ പറയുന്ന ചേച്ചിയെ നോക്കിയപ്പോഴാണ് ജുവലിനെ കുറിച്ചാണ് അവർ പറഞ്ഞതെന്ന് അവന് മനസ്സിലായതും നെഞ്ചൊന്ന് പതറിയവൻ്റെ. അച്ചായ, അവൾ ജുവൽ, എനിക്ക് കാണണവളെ. അവനിൽ നിന്നും കേൾക്കുന്നത് വിശ്വസിക്കാനാവാതെ ജോമോനെ നോക്കുമ്പോൾ അവൻ്റെ ചുണ്ടിലൊരു ചെറിയ ചിരി വിടുന്നത് അവൾ കണ്ടു. അവൾക്ക് കുഴപ്പമൊന്നുമില്ലടാ, നിനക്ക് അപകടം പറ്റിയെന്ന് അറിഞ്ഞപ്പോൾ ബോധം പറഞ്ഞവളുടെ പിന്നെ ചെറുതായി ശ്വാസം മുട്ടലും ICUവിലാണ്. നാളെ റൂമിലേക്ക് മാറ്റും. അവിടെ ജെയ്സനാനൊക്കെ ഉണ്ട്. എനിക്കവളെ കാണണ ചായ, പ്ലീസ്. എന്തിനാ ആൽബി അവളുടെ ഹൃദയം വീണ്ടും നോവിക്കാനോ? അത് വേണ്ടടാ, അവൾ ഇനിയും താങ്ങില്ല. നീ റെസ്റ്റ് എടുക്ക്, ഞാൻ ജെയ്സനെ കണ്ടിട്ട് വരാം. വാതിലിക്കലെത്തിയതും അവൻ്റെ വാക്കുകൾ ജോമോനെ തേടിയെത്തി. എനിക്കവളെ വേണ ചായ, അവളില്ലാതെ, അവളെ സ്നേഹമില്ലാതെ പറ്റില്ല എനിക്ക്. ഇനിയും അവളെ കണ്ടില്ലെന്ന് എടുക്കാൻ പറ്റില്ല ആൽബർട്ടിന്. ആ വാക്കുകൾ നിറഞ്ഞ പുഞ്ചിരിയോടെയാണ് ജോമോനെ എതിരേറ്റത്. എങ്കിലും പുഞ്ചിരി മറിച്ച് ഗൗരവത്തോടെ അവനെ നോക്കി. നീ എന്താ ആൽബി പറയുന്നേ? അതെങ്ങനെ ശരിയാകും? പള്ളിക്കാരും സമൂഹവും നിന്നെ കുറ്റപ്പെടുത്തില്ലേ? നീ ഒരു സഭയ്ക്ക് ചേരാത്ത വലിയ തെറ്റ് ചെയ്യുകയില്ലേ ആൽബി? അത് വേണ്ട, പാപാണ്. ജോമോന്റെ വർത്താനം കേട്ട് ആനവരെ കണ്ണു പിടിച്ച് നോക്കി. ജോജ, നിങ്ങൾ എന്തോന്നാ ഈ പറയുന്നേ? നിങ്ങളല്ലേ പറഞ്ഞത്? എനിക്കറിയാൻ നിനക്കും ആഗ്രഹമുണ്ടെന്ന്, പക്ഷെ സഭ നാണക്കേട് അതോ? അജയ, മതി. ജോമോനെ നേരെ ചെറു ചിരിയോടെ അവൻ പറഞ്ഞു. അല്ല, അപ്പൊ നീ കാര്യമായിട്ടാ? ആ, എനിക്കവൾ വേണ ചായ. അല്ല, എന്നാതിനാ? അതിനെ ചില്ലിൽ വീട്ടിലിട്ട് വെക്കാനാണോ അതോ വെറുതെ നോക്കിക്കൊണ്ടിരിക്കാനോ? അതേ നടക്കുമല്ലോ. കടിച്ചു പിടിച്ച് ജോമോൻ പറഞ്ഞതും അതിനൊത്തിനും കൂടുതലും നോട്ടായിരുന്നു അവനിൽ നിന്ന്. അതിലുമൊരു ചിരിയുണ്ടായിരുന്നു. കള്ള കാമുക, ഒരു ചിരിയോടെ പറയുകയും തോളിലടിച്ചു അവൻ. ആ ജോച്ച, എന്തേ കാണിക്കുന്നേ? അവന് വയ്യാതിരിക്കുമല്ലേ? എല്ലാത്തിനും ഈ ആക്സിഡന്റ് അനിവാര്യമായിരുന്നു അവൻ. അല്ല കുഞ്ഞാ, നീ സത്യമായിട്ടും പറഞ്ഞതാണോ? അതോ? അല്ല, അങ്ങനെ പെട്ടെന്നെടുക്കേണ്ട തീരുമാനമല്ല വിവാഹം. ചേച്ചി, എനിക്കറിയില്ല. പക്ഷേ അന്ന് ആ കോടതി വരാന്തയിൽ അവൾ കുത്തിയേറ്റ് വീഴുമ്പോൾ അന്ന് തകർന്നത് തന്നെ നെഞ്ച്. അവളെ സ്നേഹിച്ചു പോകുമെന്ന് പേടിച്ചു. പിന്നൊരു ഒളിച്ചോട്ടായിരുന്നു. എന്നാലോ അവളിൻ്റെ ഉറക്കം കെടുത്തി. എന്നിട്ടും മറക്കാൻ ശ്രമിച്ചു. കുറേ അതിൽ വിജയിച്ചു. അവളെന്നെ സ്നേഹിച്ച് തോൽപ്പിക്കണമെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് തോൽക്കാതിരിക്കാൻ പറ്റിയില്ല. കാരണം ആൽബർട്ടിന് പ്രണയമാണ് ജുവലിനോട്. ഇപ്പം ആരുടെ മുന്നിലും പറയാൻ എനിക്കൊരു നാണക്കേടില്ല ചേച്ചി. ഒന്നിൻ്റെ പേരിലും കുറ്റബോധമില്ല. സമൂഹത്തിന് മുമ്പിൽ തെറ്റുകാരാവും ഞാൻ. ഒരിക്കലും എൻ്റെ നിരപരാധിത്വം മനസ്സിലാക്കാത്ത സമൂഹമല്ലേ? എനിക്ക് കുഴപ്പമില്ല. ഇനി എന്തിൻ്റെ പേരിലും വയ്യ ഇങ്ങനെ നെഞ്ചിലിട്ട് കുളിച്ചു മൂടാൻ. അതിൻ്റെ പേരിൽ ആ പാവത്തിനെ കരയിക്കാൻ. പറഞ്ഞു നിർത്തുമ്പോൾ ഒരു മഴ പെയ്തു തോന്നുന്ന ശാന്തതയായിരുന്നു അവൻ്റെ മുഖത്ത്. അളിയോ, അവ എങ്ങനെയാ? കാണേണ്ടേ? വേണം, കാണണം എനിക്കവളെ. ഞാനൊരു വീൽ ചെയർ എടുത്തിട്ട് വരാം. വേണ്ട ചായ, നടക്കാലോ. എന്നാ വാ കാമുക. അവൻ്റെ ഒരു പറഞ്ഞുകൊണ്ട് അവൻ്റെ കയ്യും പിടിച്ച് നടന്നിരുന്നു ജോമോൻ. ഞാനീ സന്തോഷവാർത്ത വിളിച്ചേ വല്ലപ്പിച്ചനോട് പറയട്ടെ. പാവം വേർപ്പ് മുട്ടി മൗന പ്രാർത്ഥനയായിരുന്നു. ജോമോന്റെ കയ്യും പിടിച്ച് പോകുമ്പോൾ ദൂരെ വീർന്നത് പോലെ തോന്നിയവന്. ഐസ്ബിന്റെ പുറത്ത് നിൽക്കുന്ന അമ്മാവൻ കണ്ടു നടന്നു വരുന്ന ആൽബർട്ടിനെ. തലയിൽ കെട്ടില്ലാതെ മറ്റുള്ള മുറികളൊന്നുമില്ല അവന്. ജെയ്സ, ആൽബിക്ക് ജുവലിനൊന്ന് കാണണമെന്ന്. അത് വേണോ ചായ? ഇനിയും അവൾ ടെൻഷനാക്കണോ? അവളുടെ ശ്വാസം മുട്ടലുള്ള മരുന്നായിട്ടാ ഇവൻ വന്നിരിക്കുന്നത് അല്ലേ ആൽബർട്ട്? അതിനുത്തരം അവനിൽ ആ പഴയ സുന്ദരമായ പുഞ്ചിരിയായിരുന്നു. മനസ്സിലാകാതെ ജെയ്സൺ ജാസ്മിനെ നോക്കുമ്പോൾ ഇരു കണ്ണുകളും അടച്ചു അവൾ ചിരിച്ചു. നേഴ്സിനോട് അനുവാദം ചോദിച്ചതും ഒരാൾക്ക് കയറി കാണാമെന്ന് പറഞ്ഞു. ആ ചില്ലുവാതിൽ തുറന്ന് ആൽബി അകത്തേക്ക് കയറുമ്പോൾ അവൻ്റെ ഹൃദയമിടിപ്പ് കൂടി. ചെറിയ ചുണ്ടിൽ മായാതെ നിന്നു. അവൻ കയറാൻ തുടങ്ങിയപ്പോൾ അവൻ എന്തോ പറയാനായി മുന്നോട്ടാഞ്ഞതും അവൻ്റെ കയ്യിൽ പിടിച്ചു വാങ്ങി. അവൻ
അവളുടെ പ്രണയം അത് നമ്മൾക്ക് ചിന്തിക്കാൻ പറ്റുന്നതിൽ മേലെയാ. അവളുടെ ശ്വാസമാ ആ കയറിപ്പോയത്. നിനക്ക് പകരക്കാരനാവാൻ കഴിയില്ല. ഒന്നൊരു വിളറി ചിരിച്ചുകൊണ്ട് ചുമരിലേക്ക് നിസ്സഹനായി ചാരി നിന്നു. ആൽബർട്ട് അകത്ത് കയറുമ്പോൾ കണ്ടു ഓക്സിജൻ മാസ്കിന്റെ സഹായത്തോടെ കൃത്രിമ ശ്വാസം എടുക്കുന്നവള്. അടുത്തേക്ക് ചെന്ന് അവളുടെ ക്യാനിലെ കുത്തിയ കൈ തൊടാനായി അവന്റെ കൈ നീണ്ടു. കൈ വിറക്കുന്നുണ്ട്. വിരൽ തുമ്പ് അവളുടെ കയ്യിൽ തൊട്ടതും പിന്നെ പൊതിഞ്ഞു പിടിച്ചപ്പോൾ അവളൊന്ന് ഞെട്ടിയത് അറിഞ്ഞു. അവളിലെ തണുപ്പ് ദേഹത്ത് അറിഞ്ഞതും ചിരിച്ചു ആൽബർട്ട്. ജുവൽ കാതോരമായി വിളിക്കുമ്പോൾ സപ്തനാടികളും പുതുജീവൻ വെച്ച് ഉണർന്നു. അവളുടെ ഹൃദയമിടിപ്പുയർന്നു. അതറിഞ്ഞു അവൻ. തൻ്റെ ജീവനിൽ അലിഞ്ഞു ചേർന്നവൻ്റെ ശബ്ദം. കണ്ണുകൾ വലിച്ചു തുറക്കാനായി പാടുപെട്ടു. ഉപബോധ മനസ്സ് കണ്ണു തുറക്കാൻ പറയുമ്പോൾ അവളുടെ ബുദ്ധി മന്ത്രിച്ചു. സ്വപ്നമാണെന്ന്. ഒരിക്കലും നടക്കാതെ സ്വപ്നം. ജുവൽ. പിന്നെയും ആ സ്വരം അവളിലേക്ക്. പ്രണയവായുമായി ചെല്ലാൻ ശക്തിയുള്ള സ്വരം. കൺപോളകൾ തുടച്ച് മുഖം വലിഞ്ഞ അതരങ്ങൾ അപശബ്ദങ്ങളോടെ പുലമ്പി. അവൻ്റെ കൈവെല്ലുകൾ അവളുടെ കവളിനെ തഴുകിയതും ശ്വാസം ആഞ്ഞു വലിച്ചുകൊണ്ട് ഇരു കൺപോളകളും തകർന്നു. മുന്നിൽ കണ്ട രൂപം വിശ്വസിക്കാനാവാതെ കണ്ണുകൾ അടഞ്ഞു. വീണ്ടും തുറന്നു. ആ കണ്ണിൽ അതിശയഭാവം അവളുടെ പ്രണയത്തെ ഉണർത്തി. ഒന്നും മിണ്ടാതെ ഇരു കൈയാലും അവളുടെ മുഖം പൊതിഞ്ഞു പിടിച്ച് അവളുടെ നെറ്റിയിൽ തന്നെ നെറ്റി മുട്ടിച്ചു പ്രണയത്തോടെ. ശ്വാസം നിലച്ചു പോകുമാർ ഹൃദയം ദ്രുതഗതിയിൽ പിടിച്ചുകൊണ്ട് അവളും. ഇരുശ്വാസവും പരിഭവവും പറഞ്ഞു. കലഹിച്ചു, പ്രണയിച്ചു. പറയാതെ തന്നെ അവൾ ഹൃദയമെടുപ്പിലൂടെ അറിഞ്ഞു അവൾ അവളുടെ പ്രണയത്തെ. വർഷങ്ങളായി നെഞ്ചിൽ പൊതിഞ്ഞു പിടിച്ച പ്രണയത്തെ കണ്ണുനീരിനാൽ ഒഴുക്കി വിട്ടു അവൾ. ഇരുമിഴികളും ഒന്നായി ചേർന്ന് ഒരു പുഴ പോലെ. അവൻ മൗനമായി അവളോട് പറഞ്ഞു, നിന്നോട് എനിക്ക് പ്രണയമാണെന്ന്. അവളുടെ ഹൃദയതാളം ഉരുവിട്ടു. എൻ്റെ ഓരോ ശ്വാസവും നിനക്കായി മാത്രമാണെന്ന്. തന്നിലെ ഓരോ ശ്വാസക്കണികളും നിനക്കായി പകർത്തി നിലകെ വന്നതാണ് ഞാനെന്ന് അവനും. ആൽബി മുഖമുയർത്തി അവളുടെ മുഖത്തിലൂടെ കണ്ണോടിച്ചു. നിറഞ്ഞു തുളുമ്പുന്ന അവളുടെ കണ്ണുനീർ തുള്ളികളെ ഇരു കൈകൊണ്ടും വിരലാൽ തുടച്ചെടുത്തു. അവളുടെ കണ്ണുകൾ അവൻ്റെ മുറിവിലേക്ക് നീണ്ടതും നെഞ്ചു വീങ്ങി. അവനെ തൊടാനായി അവളുടെ മനം തുടികൂട്ടുന്നത് അവൻ അറിഞ്ഞ് അവളുടെ കൈ താങ്ങി പിടിച്ച് നെറ്റിയിൽ തൊടിയിച്ചു. അവൻ്റെ വേദന അവളുടെ വേദനയായി. മുഖം ചൊളിഞ്ഞു അവളുടെ. ജുവൽ. എന്തിനാ പെണ്ണെ ഇപ്പോഴും ശ്വാസം എങ്ങനെ വലിക്കുന്നേ? എൻ്റെ പ്രാണൻ അത് നഷ്ടപ്പെടുമെന്ന്. പൂർത്തിയാക്കാനാവാതെ അവൻ്റെ മുഖത്തേക്ക് സങ്കടത്തോടെ നോക്കിയതും അവളുടെ അടുത്തായിരുന്നേര് കൈയും പൊതിഞ്ഞു പിടിച്ചു. എൻ്റെ ഹൃദയം ഇങ്ങനെ പൊതിഞ്ഞു പിടിക്കാൻ ഇവിടെ ഒരാളുള്ളപ്പോൾ നിന്റെ പ്രാണൻ നിന്നെ വിട്ട് പോകൂ. അവളുടെ കൈ പൊതിഞ്ഞവൻ തൻ്റെ കൺപീലികൾ ചെറു ചൂട് പരത്തിക്കൊണ്ട് അവളെ തഴുകി. അപ്പോഴും കൺമുന്നിൽ കാണുന്നത് വിശ്വസിക്കാനാവാതെ കണ്ണുകൾ ചിമ്മി തുറക്കുന്നുണ്ട്. സാർ, സമയം കഴിഞ്ഞു. നേഴ്സ് വന്ന് പറയുമ്പോൾ അവളുടെ കൈ മെല്ലെ വയറിന് മേലെ വെച്ച് അകലാൻ നോക്കി. ആൽബിച്ചായ. അവളുടെ നേർത്ത ആർദ്രമായ വിളിയിൽ തിരിഞ്ഞു നിന്നുകൊണ്ട് എന്താന്നർത്ഥത്തിൽ പുരുകമുയർത്തി ചോദിച്ചു. ഇത് സത്യാണോ അതോ ഞാൻ കാണുന്ന സ്വപ്നാണോ? ഇപ്പോഴും ആ വഴികൾ തുളുമ്പാനായി നിറഞ്ഞു നിൽക്കുന്നു. തൻ്റെ ഉത്തരത്തിനായി അവനൊരിക്കൽ കൂടി ആ കൈ നീട്ടി അവളുടെ മൂക്കിൻ മുമ്പിൽ തൊട്ടു. അല്ല ജുവൽ, നിന്റെ പ്രണയം പോലെ സത്യം. അവൻ്റെ കണ്ണുകൾ ചിരിക്കുന്നത് കണ്ടു അവൾ. അവളുടെ ഇരു നക്ഷത്രങ്ങളും അവനായി മിന്നി. അവൻ കണ്ണു ചിമ്മി കാണിച്ചുകൊണ്ട് മുറിവിടുന്നത് നോക്കിക്കിടന്നു. ചിരിയോടെ ഇറങ്ങി വരുന്നവനെ കണ്ടതും മാമാനൊഴുകി മറ്റെല്ലാവരിലും ചുറ്റും കൂടി. ആഹാ, അവളുടെ ശ്വാസം മുട്ടൽ കുറച്ചോ ആൽബർട്ട്? അതല്ല, പല അറ്റാക്കും വരുമോ? എല്ലാം പെട്ടെന്നായിരുന്നു. ഇവൻ്റെ ഒരു മാറ്റം നോക്കി. ദേ ഇപ്പം താഴെ പോകും പോലെയെങ്കിൽ അന്നേരം ആ പാവത്തിൻ്റെ ഒരവസ്ഥ. ജോമോൻ പറഞ്ഞ് ചിരിക്കുമ്പോൾ അതേ ചിരിയോടെ ചുമരിലേക്ക് ചാരി നിന്നു ആൽബർട്ട്. മതി ചോദിച്ച അവനെ കാളിയാക്കിയത് പറഞ്ഞുകൊണ്ട് ആന ജോമോൻ്റെ തോളിലടിച്ചു. സന്തോഷമായി. ഞങ്ങളുടെ വരവപ്പ് വെറുതെ ആയില്ല അല്ലേ ജാസ്മിൻ? അവളുടെ മനസ്സ്. അതെനിക്കറിയാം. ഞാൻ പോലും അതിശയിച്ചു പോയിട്ടുണ്ട് ആൽബർട്ട്. ഒരാൾക്ക് ഇങ്ങനെയൊക്കെ സ്നേഹിക്കാൻ കഴിയുമെന്ന് ചിന്തിച്ചു പോയിട്ടുണ്ട്. ആൽബർട്ടിൻ്റെ ഇരു കയ്യിലും പിടിച്ച് ജെയ്സൺ പറഞ്ഞു. അതെ ആൽബർട്ട്, അവളുടെ മനസ്സിൽ നിങ്ങളാണെന്ന് അറിഞ്ഞപ്പോൾ, നിങ്ങൾ ആരാണെന്ന് അറിഞ്ഞപ്പോൾ അവൾ തകർന്നു പോയിരുന്നു. എല്ലാം തുറന്നു പറയാനാണ് അവൾ അന്ന് വന്നത്, അല്ലാതെ പിടിച്ചു വാങ്ങാനല്ല ആൽബർട്ട്. പക്ഷേ എല്ലാം ഒന്ന് തലകീഴ്മേൽ മറിഞ്ഞു. എല്ലാം ഒരു പക്ഷേ വിധിയാവും നിങ്ങളുടെ കൂടിച്ചെല്ലിനു വേണ്ടി. അറിയാം, അവളെനിക്ക് മനസ്സിലാക്കാൻ താമസിച്ചു പോയതല്ല ജെയ്സൺ. മനസ്സിലായിട്ടും കണ്ണടച്ച് നിന്നതാണ് എന്തൊക്കെയോ ഭയം കൊണ്ട്. എന്നാൽ ഇന്നതില്ല. കാരണം പ്രണയം ഒരു തെറ്റല്ല. അതാരാണ് എന്താണെന്ന് അറിഞ്ഞ് പ്രണയിക്കുന്നത് അത് പ്രണയമല്ലല്ലോ. അവൾ എൻ്റെ പുണ്യമാണ്, എൻ്റെ ഭാഗ്യം. അവൾ എന്നെ സ്നേഹിക്കുന്നതിൻ്റെ ഇരട്ടിയല്ല. ഓരോ അളവിലും പ്രണയിക്കും ഞങ്ങൾ മരണം വരെ. പറഞ്ഞുകൊണ്ട് ജെയ്സനെ കെട്ടിപ്പിടിച്ചിരുന്നു ആൽബർട്ട്. തന്നെ നോക്കി നിൽക്കുന്ന അമ്മാനെ നേരെ ചിരിയോടെ കണ്ണടച്ച് കാണിച്ചു ആൽബി. തിരിച്ചമ്മാനും ജുവലിനെ ഡിസ്ചാർജ് ചെയ്തു. ജോമോനും അനുവും ആൽബർട്ടും ആശുപത്രിയിലുണ്ട്. അവളുടെ ബാഗെല്ലാം എടുത്ത് കാറിലേക്ക് വെച്ചു ജോമോൻ.
ഇതിപ്പോൾ ആക്സിഡൻറ്റ് പറ്റിയത് നിനക്ക്, അഡ്മിറ്റ് ആയത് അവളും. നീ സൂക്ഷിച്ചോ മോനെ, നിനക്ക് എന്തെങ്കിലും പറ്റിയാലേ ആ പെണ്ണിന് ഇനിയും ശ്വാസം മുട്ടി കിടക്കേണ്ടി വരും. ഇല്ല ചായ, ഇനി എങ്ങനെ ഉണ്ടാവില്ല. ഞാൻ നഷ്ടപ്പെടുമെന്ന് പേടിയായിരുന്നു അവളുടെ അസുഖം, എന്നോടുള്ള പ്രണയം. കാറിൽ ചാരി നിന്നുകൊണ്ട് പറഞ്ഞു ആൽബർട്ട്. അപ്പോൾ കണ്ടു ഒരു കയ്യിൽ വാക്കി സ്റ്റിക്കുമായി അനുവിനെ പിടിച്ചുകൊണ്ട് ഇറങ്ങി വരുന്നവളെ. നെഞ്ചിൽ കൈ കെട്ടിക്കൊണ്ട് കാറിൽ ചാരി നിന്ന് കണ്ണിറയെ കണ്ടു ആൽബി. താൻ തോൽക്കുകയായിരുന്നില്ലേ അവളുടെ സ്നേഹത്തിന് മുന്നിൽ. മധുരമുള്ള തോൽവി. അവളുടെ മുഖത്തെ പ്രസരിപ്പും പുഞ്ചിരിയും നോക്കി നിൽക്കുമ്പോൾ അന്ന് മഞ്ഞിൽ പുതപ്പ് നീക്കി തൻ്റെ അടുത്തേക്ക് സൈക്കിൾ ഉന്തി വന്ന ആ പെൺകുട്ടിയുടെ മുഖം. മുന്നിൽ പ്രണയം ഒളിപ്പിച്ച് തന്നെ നോക്കിയവൾ. തൻ്റെയും നാട്ടുകാരുടെയും മുമ്പിൽ കുറ്റവാളിയെപ്പോലെ നിന്നവൾ. അപ്പോഴും താൻ കണ്ടതാണ് കത്തിജ്വലിച്ച് നിൽക്കുന്ന തന്നോടുള്ള അവളുടെ പ്രണയം. ഒരു കെട്ടുപാടുകളുമില്ലാതെ തനിക്കുന്ന അവളെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് അവളുടെ വിജയമാണ്, ജുവൽ മേരിയ തോമസിൻ്റെ വിജയം. എന്താണ് സാർ ആലോചിക്കുന്നേ? ഇവളെ എങ്ങനെ കൊണ്ടുപോകാമെന്നാണോ? ആനൊരു പുഞ്ചിരിയോടെ വന്ന് ചോദിക്കുമ്പോൾ അവൻ അതേ പുഞ്ചിരിയോടെ മുഖം താഴ്ത്തി നിന്നു. കുഞ്ഞാ, വല്ലപ്പച്ചൻ കാത്തിരിക്കാൻ നിങ്ങളെ കാണാൻ. ഞാൻ പറഞ്ഞതാ നാളെ രജിസ്റ്റർ കഴിഞ്ഞിട്ട് കണ്ടാൽ പോരേന്ന്. ആര് കേൾക്കാൻ? വർഗീസ് മാപ്പിളക്ക് ഒരേ നിർബന്ധം, ഇവളിപ്പം തന്നെ കാണണമെന്ന്. ജോമോൻ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി. കോ ഡ്രൈവിംഗ് സീറ്റിൽ കയറാൻ അവൻ തുടങ്ങിയതും ആനവനെ തട്ടിമാറ്റി കയറിയിരുന്നു. ദേ അവളുടെ കൂടെ ഇരുന്നു. ഡോറിൽ പിടിച്ച് നിൽക്കുന്ന ആളുടെ കയ്യിൽ നിന്ന് സ്റ്റിക്ക് മേടിച്ച് പിന്നെ കയ്യിൽ പിടിച്ചതും അവൾ കയറിയിരുന്നു. അവനടുത്തായി ചേർന്നിരിക്കുമ്പോൾ കൈകാലുകൾ വിറച്ച് മുഖം കൊടുക്കാതെ കുനിഞ്ഞിരുന്നതും അവളുടെ കൈകളിൽ പിടിച്ച് തട്ടിക്കൊണ്ടിരുന്നു ആൽബർട്ട്, അത്രമേൽ സ്നേഹത്തോടെ. കാറ് കയറ്റി കിടന്ന് മുറ്റത്തേക്ക് കയറിയതും കണ്ടു വരാന്തയിൽ ചാരി കസേലിരിക്കുന്ന വർഗീസ് മാപ്പിളയെ. അവരെ കണ്ടതും ആനിയുടെ കയ്യിൽ പിടിച്ച് സന്തോഷത്തോടെ എഴുന്നേറ്റ് തൂണിൽ ചാരി നിന്നു അയാൾ. മക്കളെ കയറി വാ. സന്തോഷത്താൽ ആ കണ്ണ് നിറയുന്നത് കണ്ടു ആൽബർട്ട്. ശേഷം ഡോറ് തുറന്ന് അവളുടെ കയ്യും പിടിച്ച് പുറത്തേക്ക് ഇറങ്ങിയവൻ. ആനി, കുരിശു വരച്ച് രണ്ടുപേരെ അകത്തേക്ക് കയറ്റിക്കോ. എന്നാത്തിനാ വല്ലപ്പച്ച, ഇന്നൊരു ദിവസം കൂടെ കഴിഞ്ഞിട്ട് പോരെ? പോരാ, ഇനി എൻ്റെ മോളെ ഞാൻ എങ്ങോട്ടും വിടുന്നില്ല. നമുക്കാരെയും ബോധിപ്പിക്കാനില്ലല്ലോ. വാ മക്കളെ. രണ്ട് കൈ നീട്ടിയതും രണ്ട് കൈയിലായി പിടിച്ചുകൊണ്ട് വല്ലപ്പച്ചനെ നെഞ്ചോട് ചേർന്നു. നന്നായി വരും, സന്തോഷമായി വാ. ആന നൽകിയ മെഴുകുതിരി സന്തോഷമായി പിടിച്ചുകൊണ്ട് അവനെ കയ്യിൽ പിടിച്ച് വലതുകാലി വെച്ച് അകത്തേക്ക് കയറി. അവിടെ ചെന്ന് നിന്നത് പ്രാർത്ഥനാ മുറിയിലാണ്. അവിടെ കത്തിച്ച് വെച്ചിരിക്കുന്ന മെഴുകുതിരിക്ക് മുമ്പിലെ ക്രൂശിത രൂപത്തിന് മുന്നിലായി കൈകൂപ്പി നിന്നു രണ്ടുപേരും. ആൻ, അതിങ്ങ് കൊണ്ടുവാ. കൊണ്ടുവന്ന സ്വർണ്ണ ചെപ്പ് തുറന്നൊരു മാലയെടുത്ത് അതിൽ ചെറിയൊരു സ്വർണ്ണ കുരിശും അതിനോട് ചേർന്ന് ചെറിയൊരു താലിയും. കുഞ്ഞാ, മോളുടെ കഴുത്തിലാണീക്ക്. ഇത് നിന്റെ മമ്മിയുടേതാ, സൂക്ഷിച്ച് വെച്ചിരുന്നതാ ഓർമ്മക്കായിട്ട്. എന്നാ ഇതാണ് കർത്താവിൻ്റെ നിയോഗം, നിന്റെ പെണ്ണിൻ്റെ മാറോട് ചേർന്ന് കിടക്കാൻ. വല്യപ്പച്ച പറയുമ്പോൾ അവളെയും നോക്കിയിരുന്നു. വേണം കുഞ്ഞാ, കുറ്റപ്പെടുത്തിയ പള്ളിയിൽ വെച്ചൊരു മിന്നുകെട്ട് വേണ്ട, ഇവിടെ മതി. നിന്റെ അപ്പൻ്റെയും അമ്മയുടെയും ചിത്രത്തിന് മുന്നിൽ വെച്ച് കർത്താവ് എന്നുണ്ടാകും നിങ്ങൾക്ക് തുണയായി. നാളൊപ്പിട്ട് തിരിച്ചു പോകുമ്പോൾ പള്ളി കയറി പ്രാർത്ഥിച്ചാൽ മതി. വല്യപ്പച്ച നേടിയ താലി വാങ്ങുമ്പോൾ കൺപീലികൾ വിറകൊണ്ടു. അവയെ നനച്ച് മെഴുനീരൊഴുകിയതും വിരൽ തുമ്പ് കൊണ്ട് അവയെ തുടച്ചു വാൽക്കും. കണ്ണടച്ച് പ്രാർത്ഥിച്ച് പിന്നെ അവളുടെ കഴുത്തിന് നേരെ നീട്ടിയിരുന്നവൻ. എൻ്റെ പെങ്ങളെ, മിന്നു കെട്ടുന്നതിന് മുമ്പ് എന്നോടൊന്ന് ചോദിക്കുമോ അളിയ? ജെയ്സന്റെ ശബ്ദം കേട്ടതും എല്ലാവരും നോക്കി. ജെയ്സനും ജാസ്മിനും പുറകെ ഒരു ചമ്മിയ ചിരിയോടാമാനും. ഞാൻ വിളിച്ചു പറഞ്ഞിരുന്നു ഇവരോട് വരാൻ. ഇനി ജൂവൽ എങ്ങോട്ടും പോകുന്നില്ല. ആദ്യം ഇവൾ ICUലാണെന്ന് ആര് പറഞ്ഞപ്പോൾ ഞാൻ തീരുമാനിച്ചതാ മിന്നു കെട്ടാലും പറ്റും. വർഗീസ് മാപ്പിള അവനോടായി പറഞ്ഞതും അവൻ്റെ മിഴികൾ അവളെ തേടിയെത്തി. സമ്മതം ചോദിക്കും പോലെ വോക്കിംഗ് സ്റ്റിക്കിൽ പിടിച്ച് തൻ്റെ സന്തോഷം സത്യമാണോ മിഥ്യയാണോ എന്ന് അറിയാൻ കഴിയാതെ ഒരു സ്വപ്നത്തിൽ നിന്നോളം നിന്നിരുന്നു. അവളുടെ മുഖത്തിന് നേരെ വിരൽ ചൊടിച്ചതും ചിരിച്ചുകൊണ്ട് മിഴികൾ താഴ്ത്തി. ജുവൽ മേരിയ തോമസിന് ഈ നിൽക്കുന്ന ആൽബർട്ട് ഇമാനുവലിനെ വരനായി സ്വീകരിക്കാൻ സമ്മതമാണ്. അവൻ്റെ നേരത്തെ സ്വരം കാതിലൊഴുകിയെത്തിയതും അവളുടെ ഉണ്ടക്കണ്ണുകൾ നിറഞ്ഞു. ആ ഫാസ്റ്റ്, നീ ആരോടായി ചോദിക്കുന്നതിൻ്റെ കുഞ്ഞാ? നിനക്ക് വേണ്ടി ശ്വാസം മുട്ടി ചാകാൻ പോയപ്പോഴോ? ജോമോൻ പറഞ്ഞ് ചിരിച്ചതും അതൊരു കൂട്ടച്ചിരിയായി മാറിയിരുന്നു. അവളുടെ കഴുത്തിൽ മിന്നു ചാത്തിയ ആൽബർട്ട് ഹൃദയമെടുപ്പ് കൂടി താഴേക്ക് വീണു പോകുമെന്ന് തോന്നിപ്പോയി. അവൾക്ക് തൻ്റെ പ്രണയം തൻ്റേത് മാത്രമാണെന്ന് വിശ്വസിച്ചു. അതിന് ഞങ്ങളുടേതായിരിക്കുന്നു. ഇരു ഹൃദയങ്ങളും ഒന്നായി താളമിടിക്കുകയും ഒന്നായി ഒഴുകാനും തുടങ്ങിയിരിക്കുന്നു. ഒരിക്കലും കിട്ടില്ലെന്ന് വിചാരിച്ച ആ മിന്നിന്ന് ജുവലിന് സ്വന്തമായിരിക്കുന്നു. ജുവൽ മേരിയ തോമസ് ആൽബർട്ട് ഇമാനുവലിന് സ്വന്തമായിരിക്കുന്നു.